ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബൈബിൾ ക്വിസ് എല്ലാവർക്കും അനുഗ്രഹമാണെന്ന് കരുതുകയാണ്. വേഗത്തിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇതിൻ്റെ നിബന്ധനകൾ അറിയാത്തവർ അവസാനം ഒന്ന് കാണുക. നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്. വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ്: കർത്താവായ യേശു ക്രിസ്തു പൗലോസിനെ എങ്ങനെ എണ്ണി? ഓപ്ഷൻ എ ജ്ഞാനിയെന്ന്, ഓപ്ഷൻ ബി വിശ്വസ്തനെന്ന്, ഓപ്ഷൻ സി യോഗ്യനെന്ന്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: സൽപ്രവർത്തികളിൽ സമ്പന്നൻ ആകണമെന്ന് പൗലോസ് ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻ എ ദരിദ്രരോട്, ഓപ്ഷൻ ബി ശിഷ്യന്മാരോട്, ഓപ്ഷൻ സി ധനവാന്മാരോട്. മൂന്നാമത്തെ ചോദ്യം: പൗലോസ് തിമോത്തിയോസിനോട് എവിടെ താമസിക്കാനാണ് പറയുന്നത്? ഓപ്ഷൻ എ കൊരിന്തിൽ, ഓപ്ഷൻ ബി എഫസോസിൽ, ഓപ്ഷൻ സി റോമയിൽ. നാലാമത്തെ ചോദ്യം ഇതാണ്: ന്യായപ്രമാണം എങ്ങനെ ഉപയോഗിച്ചാൽ നല്ലതാകുന്നു? അഞ്ചാമത്തെ ചോദ്യം: ശിക്ഷാവിധിയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടത് ആരാണ്? ആറാമത്തെ ചോദ്യം ഇതാണ്: പാപികളിൽ ഒന്നാമൻ, ശേഷം ഒന്നാമൻ ആര്, എന്തിന്? ഏഴാമത്തെ ചോദ്യം ഇതാണ്: കെട്ടുകഥകൾ ഉതകുന്നത് എന്തിനാണ്? എട്ടാമത്തെ ചോദ്യം ഇതാണ്: രണ്ടു കൂട്ടർക്ക് ഒരുപോലെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന സ്വഭാവ ഗുണം എന്താണ്? ഒൻപതാമത്തെ ചോദ്യം: ഏക ദൈവത്തിന് പൗലോസ് നൽകുന്ന വിശേഷണങ്ങൾ എന്തെല്ലാമാണ്? പത്താമത്തെ ചോദ്യം, അവസാന ചോദ്യം ഇതാണ്: വളരെ സംസാരിക്കുന്നവരെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് ഈ പാഠഭാഗത്ത് പറയുന്നുണ്ട്, അത് ഏതാണ്? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ബൈബിൾ ക്വിസിൻ്റെ നിബന്ധനകളൊന്ന് പറയാം. ഒരു ദിവസമാണ് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. അതുപോലെ തന്നെ ഉത്തരത്തോടൊപ്പം റെഫറൻസ് ആവശ്യമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം അയക്കുക. ഒരു ദിവസമാണ് ഉത്തരം അയക്കുവാനുള്ള സമയമെന്ന് പറഞ്ഞത്. തിങ്കളാഴ്ച ചോദിക്കുന്ന ചോദ്യത്തിന് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെയും, വ്യാഴാഴ്ച ചോദിക്കുന്ന ചോദ്യത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെയുമാണ് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. വേഗത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കിയാലോ? കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ 2 തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: എല്ലാവർക്കും ഇല്ലാത്തത് എന്താണ്? ഉത്തരം ഇതായിരുന്നു. ഓപ്ഷൻ ബി വിശ്വാസം, 3:2. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: കർത്താവ് നിങ്ങളെ ആരുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ദുഷ്ടൻ്റെ, 2 തെസ്സലോനിക്കർ 3:3. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: സുവിശേഷം അനുസരിക്കാത്തവർ എന്തനുഭവിക്കും? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ നിത്യനാശം, 1:10. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ന്യായവിധി വരണം എന്ന് പറയുന്നത് ആർക്കാണ്? ഇതിൻ്റെ ഉത്തരം 2 തെസ്സലോനിക്കർ 2:11 കാണാം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: എന്താണ് കൈവിട്ടു പോകാതെ പിടിക്കേണ്ടത്? 2 തെസ്സലോനിക്കർ 2:15 കാണാം. വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളായി. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: അനുഗ്രഹങ്ങൾ ആരുടെയൊക്കെ പക്കൽ നിന്നാണ് വരുന്നത്? അവ ഏതൊക്കെയാണ്? ഉത്തരം ഇതായിരുന്നു: പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും. അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കൃപയും സമാധാനവും, 2 തെസ്സലോനിക്കർ 1:2. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: ഹൃദയങ്ങൾ എവിടേക്കാണ് തിരിയേണ്ടത്? ഉത്തരം ഇതാണ്: ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും. 3:5 നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: കൃപയാലെ നൽകിയിരിക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഇതാണ്: നിത്യാശ്വാസവും നല്ല പ്രത്യാശയും. 2 തെസ്സലോനിക്കർ 2:16 നമുക്ക് ഇങ്ങനെ വായിക്കാം: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും. 9ാമത്തെ ചോദ്യം ഇതായിരുന്നു: മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യ ഇടപെടൽ ചെയ്യുന്നവർക്ക് ഈ പാഠഭാഗത്ത് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഇതാണ്: പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നവർ. 2 തെസ്സലോനിക്കർ 3:11 കാണാം:
നിങ്ങൾ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. 10ാമത്തെ ചോദ്യം ഇതായിരുന്നു. സഹവാസം, കൂട്ടുകൂടൽ എന്നർത്ഥമുള്ള ഒരു പദം ഏതാണ്? ഈ പദം 1 കൊരിന്ത്യരിൽ ദോഷകരമായ സ്വഭാവമുള്ളവരെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്നു. ഏതാണ് ആ വാക്ക്? ഇതിന് ഉത്തരം വരുന്നത് സംസർഗം. 2 തെസ്സലോനിക്കർ 3:14 ഇങ്ങനെ വായിക്കുന്നു. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്കനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേറുതിരിപ്പി. 1 കൊരിന്ത്യർ 5:11 നമുക്ക് ഇങ്ങനെ വായിക്കാം. എന്നാൽ സഹോദരൻ എന്ന് പേർ പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ച പ്രിയപ്പെട്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബിനീത BR. ഒരു ഉത്തരമേ അയച്ചിട്ടുള്ളൂ. 10 ചോദ്യങ്ങളാണ് ഒരു ബൈബിൾ ക്വിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം അയക്കുക. സിസ്റ്റർ ആലീസ് യോനാൻ പറഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞില്ല, അത് വിട്ടുപോയതാണ്. ഞാനത് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ആശായെ. സിസ്റ്റർ ലിതി തോമസും പറഞ്ഞിട്ടുണ്ട് 8ാമത്തെ ഉത്തരം അയച്ചിട്ടില്ല എന്ന്. സിസ്റ്റർ റെജീന ബിജു, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ഷീന അജി, സിസ്റ്റർ ബീന ബോസ്, ബ്രദർ ജോർജ് TG, സിസ്റ്റർ ഷീല ജോസ്, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ ശോശാമ കുര്യാക്കോസ്, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ ബിന്നി ബേബി, സിസ്റ്റർ ഗീതമ്മ രാജു, ബ്രദർ ജീവൻ ജയ് പറഞ്ഞിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ ക്വിസാണ്. വചനം പഠിക്കുവാൻ വളരെ സഹായകരമാവുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. ബ്രദറിനെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ ജലജ, സിസ്റ്റർ ജയ ജോർജ്, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ പ്യാരി അജി, സിസ്റ്റർ ലിധി തോമസ്, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ സാറാമ്മ ജോസഫ്, സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ഷാൻഡി പൊന്നച്ചൻ, സിസ്റ്റർ അന്നമ്മ, ബ്രദർ ശശി CA, സിസ്റ്റർ ആലീസ് യോഹന്നാൻ, സിസ്റ്റർ സൂസമ്മ തോമസ്, സിസ്റ്റർ ഡാലി ജെയിൻ, സിസ്റ്റർ ഡെൻസി ജോൺസൺ, സിസ്റ്റർ ജയവല്ലി, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, ബ്രദർ ജോർജ് തോമസ്, സിസ്റ്റർ ശാരദാമണി ദേവി, സിസ്റ്റർ അജിത രാജൻ, സിസ്റ്റർ സുമതി ഭായ്. ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. ശരിയുത്തരം അയച്ച് വിജയികളായ പ്രിയപ്പെട്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ആശായെ, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ റെജീന ബിജു, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ഷീന അജി, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ
മോളി ജേക്കബ്, സിസ്റ്റർ ജയ ജോർജ്, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ പ്യാരി അജി, സിസ്റ്റർ ലിധി തോമസ്, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ സുനിത ഷാജി, ബ്രദർ ശശി സി എ, സിസ്റ്റർ ആലീസ് യോഹന്നാൻ, സിസ്റ്റർ സൂസമ്മ തോമസ്, സിസ്റ്റർ റസലമ്മ ജയവല്ലി, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ റിനി സാം, സിസ്റ്റർ ലിൻസി വിൻസെൻറ്റ്, സിസ്റ്റർ സാറ ധമനി. ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ച് വിജയികളായിരിക്കുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യങ്ങൾക്കും വേഗത്തിൽ ഉത്തരങ്ങൾ അയക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പുതിയ പുതിയ വിജയികൾ കടന്നു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നത്. എല്ലാവർക്കും ദൈവവചനം പഠിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ എല്ലാവരും അയക്കുക. വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ അയക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ദൈവവചനം പഠിക്കുവാനായിട്ട് അത് കാരണമായി തീരും. നിങ്ങൾ ചർച്ച് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കുമാറാകട്ടെ. ആമേൻ.